Hello, good morning, everyone. Welcome to Syra Learnings. This is Amaljeet, MCJ സപ്ലിമെന്റർ ആണ്. സോ ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ലൈവ് സെഷൻ ആണ്. ഓക്കെ, സോ ഇതിൽ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒന്നാമത്തെ യൂണിറ്റ് ആണ്. MCJ നെറ്റിന്റെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഫണ്ടമെന്റൽസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. ഓക്കെ, സോ ഇത് നിങ്ങൾക്കറിയാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ആ ഒരു സംഭവമാണ് ഈ ഫസ്റ്റ് യൂണിറ്റ്. സോ ഇതിൽ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്, അതായത് എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, പല ആൾക്കാർക്കും അറിയാം കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ആരംഭിച്ചത്. സോ ചില ആൾക്കാർ പറയും ന്യൂസ് പേപ്പർ ആണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ആദ്യത്തെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയും. ചില ആൾക്കാർ പറയും ലെറ്റേഴ്സ് ആണ്, ചില ആൾക്കാർ പറയും കേവ് പെയിന്റിങ്സ് ആണ്, ചില ആൾക്കാർ പറയും വില്ലേജ് ഡ്രംസ് ആണ് എന്നൊക്കെ തന്നെ പറയാറുണ്ട്. സോ ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ പല ആൾക്കാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, അതേപോലെ തന്നെ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ അതിലൊക്കെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്, എഴുത്തിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ ഇന്റർനെറ്റ് വന്നതോടുകൂടി ന്യൂ മീഡിയയിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. സോ ഇതിന്റെ ഒക്കെ തന്നെ ഒരു എവല്യൂഷൻ ഹിസ്റ്ററി, എവിടെ വെച്ചാണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത് എന്നുള്ള കാര്യമാണ് ഈ ഒരു സെഷനിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആയിട്ട് പല ആൾക്കാരും പറയുന്നതാണ് കേവ് പെയിന്റിങ്സ്. ഓക്കെ, സോ ഈ ഒരു കേവ് പെയിന്റിങ്സിൽ കൂടെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത് എന്നാണ് പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, സോ കേവ് പെയിന്റിങ്സ് എന്ന് പറഞ്ഞാൽ ഗുഹാചിത്രങ്ങൾ. ഗുഹാചിത്രങ്ങൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ AD ആണ്, ആനോ ഡൊമിനിയിലാണ് ജീവിക്കുന്നത്. സോ BC, ക്രിസ്തുവിനും ഏകദേശം 10,000, 20,000, 30,000 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ ജീവിച്ചിട്ട് ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ തെളിവുകൾ, എവിഡൻസസ് അത്ര ഒന്നും ഇല്ലെങ്കിലും എന്താണ് പല ആൾക്കാരും പറയുന്നത് ക്രിസ്തുവിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നു. സോ അവരൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഈ കേവ് പെയിന്റിങ്സ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഹിസ്റ്റോറിയൻസ്. ഓക്കെ, സോ ആ ഒരു സമയത്ത് നമുക്കറിയാം ലാംഗ്വേജ് ഇല്ലായിരുന്നു, അതേപോലെ എഴുതാൻ അറിയില്ല. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്താണ് ഈ കൊത്തി വെച്ചും അതേപോലെ തന്നെ ആ രീതിയിലായിരുന്നു പല ആൾക്കാരും പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഏർലിയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയുന്നത് കേവ് പെയിന്റിങ്സിനെയാണ്. ഈ കേവ് പെയിന്റിങ്സിൽ തന്നെ ഫ്രാൻസിൽ ഒരു കേവ് ഉണ്ട്, ഷോവൈറ്റ് കേവ് എന്നാണ് ആ കേവിന്റെ പേര്. ഓക്കെ, സോ ബേസിക്കലി ക്രിസ്തുവിനും 30,000 വർഷങ്ങൾക്ക് മുൻപ് ആ ഷോവൈറ്റ് കേവിൽ ഒരു കേവ് പെയിന്റിങ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ കേവ് പെയിന്റിങ്ങിനെയാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കേവ് പെയിന്റിംഗ് എന്നാണ് പല ഹിസ്റ്റോറിയൻസും മാർക്ക് ചെയ്യുന്നത്. സോ ക്രിസ്തുവിനും 30,000 വർഷങ്ങൾക്ക് മുമ്പ്. ഓക്കെ, സോ ഗുഹയുടെ മുകളിലും അതേപോലെ മതിലിന്റെ മുകളിലും ഒക്കെ എന്താണ് ഓരോരോ മാർക്സ് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കോറി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചുകൊണ്ടായിരുന്നു പല ആൾക്കാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ അതാണ് ഇത്, ഇതാണ് അത് എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഏറ്റവും ആദ്യത്തെ ഒരു മോഡൽ ഓഫ് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയുന്നത് കേവ് പെയിന്റിങ്സ് ആണ്. ഈ കേവ് പെയിന്റിങ്സിൽ തന്നെ ബിസിക്കും അതേപോലെ 30,000 വർഷങ്ങൾക്ക് മുന്നോടിയായിട്ട് ഫ്രാൻസിലെ ഷോവറ്റ് കേവിൽ ഒരു ഗുഹാചിത്രം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു ഗുഹാചിത്രമാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കേവ് പെയിന്റിംഗ് എന്നാണ് പല ഹിസ്റ്റോറിയൻസും ഇപ്പോൾ പറയുന്നത്. സോ ഫ്രാൻസിലെ ആ ഒരു ഷോവറ്റ് കേവ് അല്ലാതെ തന്നെ സൗത്ത് സുലാവേസിയിലും അതേപോലെ ഇന്തോനേഷ്യയിലും കോളിബോയിലും അതേപോലെ റൊമാനിയയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പഴയ ഗുഹാചിത്രങ്ങൾ ഹിസ്റ്റോറിയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് കാരിയർ ബേർഡ്സ് ആണ്. ഓക്കെ, അതായത് പക്ഷികളുടെ കാലിലോ അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്തുമായിട്ട് പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് ഒട്ടിച്ചു വെക്കും അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നത്. സോ പല ആൾക്കാരും ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടാവും. ബാഹുബലി സിനിമയിലെ ഒരു സീനിൽ ഈ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൽ ഹീറോയ്ക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് എത്തിച്ചു കൊടുക്കുന്നത് ഈ കാരിയർ ബേർഡ്സ് ആണ്. സോ പക്ഷികൾക്ക് ഡയറക്ഷൻസ് പലപ്പോഴും ഈസി ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സെൻട്രലിൽ നിന്നും റിസീവറിലേക്ക് ഒരു മെസ്സേജ് ഈസി ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പല ആൾക്കാരും, അതായത് ഇപ്പോഴല്ല കേട്ടോ, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. സോ ആൻഷ്യൻ റോമൻസ് ആണ് ഈ ഒരു സംഭവം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് പല ആൾക്കാരും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സോ യുദ്ധ സമയത്തൊക്കെ തന്നെ എന്താണ് ആൻഷ്യൻ റോമൻസ് പക്ഷിയുടെ കഴുത്തിലോ അല്ലെങ്കിൽ കാലിന്റെ ഭാഗത്തോ ഒക്കെ ആയിട്ട് പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് അറ്റാച്ച് ചെയ്ത് വെക്കും. ഓക്കെ, സോ ആ അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പക്ഷിയെ പറപ്പിച്ചു വിടും. ആ പക്ഷി എന്താണ് ആരുടെ അടുത്തേക്കാണ് മെസ്സേജ് എത്തിക്കേണ്ടത്, ആ റിസീവറിന്റെ അടുത്ത് കറക്റ്റ് ആയിട്ട് മെസ്സേജ് എത്തിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അത് ശരിയാണ്. ഓക്കെ, പല ആൾക്കാരും അങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ ബേർഡ്സിനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻഷ്യന്റ് റോമൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ കാരിയർ ബേർഡ്സ് ആണ് പിന്നീട് വന്നിട്ടുള്ള ഒരു എന്താ പറയാ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏറ്റവും ആദ്യം കേവ് പെയിന്റിങ്സിൽ കൂടെയാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത് എന്നാണ് ഹിസ്റ്റോറിയൻസ് വാദിക്കുന്നത്. ഓക്കെ,
പിന്നീട് കാരിയർ ബേർഡ്സ് മുഖേന ബേർഡ്സിനെ യൂസ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കാൻ തുടങ്ങി. സോ പിന്നീടാണ് ന്യൂസ് പേപ്പർ വരുന്നത്. പ്രിന്റിംഗ് ടെക്നോളജി നമുക്കറിയാം. ജോഹന്നസ് ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻകാരൻ 1440s ആദ്യമായിട്ട് ഒരു പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ എന്താണ് പ്രിന്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ ആരംഭിച്ചു. സോ ആർക്ക് വേണമെങ്കിലും എന്താണ് ഈസി ആയിട്ട് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. സോ ഒരു കാലത്തൊക്കെ തന്നെ ഈ ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ ഏറ്റവും അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ, റിച്ച് അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ന്യൂസ് പേപ്പർ ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് എന്താണ് പെന്നി പ്രസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതോട് കൂടിയിട്ട് എല്ലാവർക്കും, അത് അപ്പർ ക്ലാസ് ആണെങ്കിൽ ലോവർ ആണെങ്കിൽ മിഡിൽ ആണെങ്കിൽ എല്ലാവർക്കും എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനുള്ള ഒരു സൗകര്യം വന്നു. സോ ഇതിനൊക്കെ തന്നെ ഒരു ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കേണ്ട ജോഹന്നസ് ഗുട്ടൻബർഗിനാണ്. പുള്ളിക്കാരൻ 1440-ലാണ് പ്രിന്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ ഈ ഒരു പ്രസ്സിൽ കൂടെ എന്താണ് സാധനങ്ങളെ അച്ചടിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ ഈ പ്രിന്റിംഗ് പ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഗുട്ടൻബർഗ് ആദ്യമായിട്ട് അച്ചടിച്ചിട്ടുള്ള ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ജേണൽ എന്ന് പറയുന്നത് ബൈബിൾ ആണ്. ഓക്കെ, സോ പിന്നീട് ഈ ഒരു സംഭവം പല രാജ്യത്തിലെ ആൾക്കാരും ഈ സാധനം എന്താണ് ഇൻസ്പയർഡ് ആയിട്ട് ഇതേപോലത്തെ പല പ്രസ്സുകൾ കൊണ്ടുവരാൻ തുടങ്ങി. ആ പ്രസ്സുകൾ യൂസ് ചെയ്ത് പല ന്യൂസ് പേപ്പറും ജേണൽസ് പോലത്തെ പല സംഭവങ്ങളും പ്രിന്റ് ചെയ്യാനൊക്കെ തന്നെ തുടങ്ങി. സോ അമേരിക്കയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പബ്ലിക് ഒക്യൂറൻസസ് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ ആണ് ലോകത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ എന്നാണ് പല ആൾക്കാരും ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോഴും ഈ കാലഘട്ടം മുൻപുള്ളതായതുകൊണ്ട് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. പല ആൾക്കാരും പറയുന്നത് അതല്ല ഇതാണ് എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ പല ബുക്സിലും രേഖപ്പെടുത്തിയിട്ടുള്ള പബ്ലിക് ഒക്യൂറൻസസ് ആണ്. ഓക്കെ, സോ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള പ്രിന്റഡ് ന്യൂസ് പേപ്പർ ആയിട്ട് പല ആൾക്കാരും കണക്കാക്കപ്പെടുന്നത് അമേരിക്കൻ ന്യൂസ് പേപ്പർ ആയിട്ടുള്ള പബ്ലിക് ഒക്യൂറൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് പേപ്പറിനെയാണ്. സോ പിന്നീട് ഈ ഒരു ന്യൂസ് പേപ്പർ പ്രിന്റിംഗ് ടെക്നോളജി മറ്റ് പല രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഇന്ത്യയിലും വന്നു. ഓക്കെ, ഇന്ത്യയിൽ ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ന്യൂസ് പേപ്പർ. ജെയിംസ് അഗസ്റ്റസ് സിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് മാൻ, ഐറിഷ് ഇംഗ്ലീഷ് മാൻ കൽക്കത്തയിൽ വെച്ചിട്ട് ആരംഭിച്ച ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ. സോ പിന്നീട് കേരളത്തിലേക്ക് വരാന്നുണ്ടെങ്കിൽ രാജ്യസമാചാരം ആണ് മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ. സോ ന്യൂസ് പേപ്പർ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് പോസ്റ്റൽ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ നമ്മളിപ്പം അന്യം നിന്ന് പോകുന്ന ഒരു സാധനമാണ് തപാൽ, കൊറിയർ, ലെറ്റർ എന്നൊക്കെ തന്നെ പറയും. സോ ഈ പോസ്റ്റൽ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ലെറ്റേഴ്സ് മുഖേന ഒരു സ്ഥലത്ത് നിന്നും സെൻഡർ എന്താണ് ഒരു ലെറ്റർ എഴുതുന്നു, ആ ലെറ്റർ മറ്റൊരു വ്യക്തിയുടെ അഡ്രസ്സിലേക്ക് ലെറ്റർ അയക്കുന്നു. സോ ആരുടെ പേരിലാണ് അഡ്രസ് ആ ഒരു ലെറ്റർ അയച്ചിട്ടുള്ളത്, ആ അഡ്രസ്സിലുള്ള ആൾക്ക് എന്താണ് ആ റിസീവർക്ക് ലെറ്റർ പോകുന്ന ഒരു സംഭവമാണ് പോസ്റ്റൽ സിസ്റ്റം. സോ ഈ പോസ്റ്റൽ സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1653-ലാണ്. ജി വാല്യൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച്മാൻ ആണ് ഈ ഒരു പോസ്റ്റൽ സിസ്റ്റം ആദ്യമായിട്ട് ആരംഭിച്ചത്. ഓക്കെ, ഡി വാല്യൂർ എന്ന് പറയുന്ന ഫ്രഞ്ച്മാൻ ആണ് ആദ്യമായിട്ട് ഒരു പോസ്റ്റൽ സിസ്റ്റം ആരംഭിച്ചത് 1653. ഓക്കെ, സോ ഈ സംഭവം കുറച്ച് എന്താണ് അത്യാവശ്യം പോപ്പുലർ ആവാൻ തുടങ്ങി. സോ പ്രധാനമായിട്ടും ഇന്ത്യക്കാരും ചൈന, പേർഷ്യ, അതേപോലെ റോം തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ എന്താണ് ഈ ഒരു പോസ്റ്റൽ സിസ്റ്റത്തെ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തു. ഓക്കെ, ബിക്കോസ് ഇറ്റ് വാസ് ചീപ്പ്, വളരെ ചീപ്പായിരുന്നു, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്താണ് പല ആൾക്കാരും ഈ ഒരു പോസ്റ്റൽ സിസ്റ്റത്തിൽ കൂടെ ലെറ്റേഴ്സ് അയച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അടുത്തതായിട്ട് റേഡിയോ. ഓക്കെ, സോ പിന്നീട് എന്താണ് റേഡിയോയുടെ യുഗമായിരുന്നു. സോ പ്രിന്റ് മീഡിയ അല്ലെങ്കിൽ ആ ഒരു പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിട്ട് പല ആൾക്കാരും പറഞ്ഞ ഈ റേഡിയോനെയാണ്. മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത്. ഒരു ഇറ്റാലിയൻ ഇൻവെന്റർ ആയിരുന്നു മാർക്കോണി. 1894 ഇറ്റലി വെച്ചിട്ടാണ് പുള്ളിക്കാരൻ റേഡിയോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ റേഡിയോ എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ഒരു ഇലക്ട്രോണിക് മാഗ്നറ്റിക് തരംഗങ്ങൾ മൂലം തന്നെ എന്താണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു റേഡിയോ വേവ്സ് മുഖേനയുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു റേഡിയോ. സോ റേഡിയോ കണ്ടുപിടിച്ച ഉടനെ തന്നെ എന്താണ് അത്യാവശ്യം പോപ്പുലർ ആവാൻ തുടങ്ങി. കാരണം ഒരു സോഴ്സ് ഓഫ് അല്ലെങ്കിൽ ഒരു മീഡിയം ഓഫ് എന്റർടൈൻമെന്റ് ആയിരുന്നു റേഡിയോ. സോ പല ആൾക്കാർക്കും ഒരു എന്റർടൈൻമെന്റ് മീഡിയം ആയിട്ട് പാട്ടോ അല്ലെങ്കിൽ ഡിസ്കഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള പല സംഭവങ്ങളും ഒരു എന്റർടൈൻമെന്റ് മുഖായിട്ടുള്ള പല സംഭവങ്ങളും റേഡിയോയിൽ കൂടെ അവർക്ക് ലഭിക്കുകയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്താണ് റേഡിയോയ്ക്ക് ആദ്യ സമയത്തൊക്കെ അത്യാവശ്യം നല്ല പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലാവരും ഈ ഒരു വയർലെസ് പവർ യൂസ് ചെയ്തിട്ടുള്ള റേഡിയോ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവത്തിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, ഉപയോഗിക്കാൻ തുടങ്ങി. സോ കമ്മ്യൂണിക്കേഷന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയുന്നത് റേഡിയോനെയാണ്. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ന്യൂസ് പേപ്പർ ആണെന്ന്. കാരണം ഓക്കെ, സോ ന്യൂസ് പേപ്പർ ആണ് ഏറ്റവും എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ തന്നെ. ഓക്കെ, പക്ഷേ ഒരു എന്താ പറയാ ന്യൂസ് പേപ്പറിൽ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമുല വളരെ ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പ്രധാനമായിട്ടും ഇൻഫർമേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് പല ആൾക്കാരും ന്യൂസ് പേപ്പറിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിലില്ലാതിരുന്ന ഒരു എന്റർടൈൻമെന്റ് സംഭവം റേഡിയോയിലേക്ക് വന്നതോട് കൂടിയിട്ട്, അതേപോലെ തന്നെ പവർ ഓഫ് ഓഡിയോ. ഓക്കെ, പവർ ഓഫ് ഓഡിയോ കൂടെ ഒരു ബ്ലൈൻഡ് മീഡിയം ആയതുകൊണ്ട് തന്നെ പവർ ഓഫ് ഓഡിയോ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് പല ആൾക്കാരും റേഡിയോനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, റേഡിയോനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി.
പിന്നീടാണ് ടെലഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു കണ്ടുപിടുത്തം വരുന്നത്. ഓക്കെ, സോ ടെലഗ്രാഫ് കണ്ടുപിടിച്ചത് 1844 സാമുവൽ മോസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ ടെലഗ്രാഫിന്റെ മറ്റൊരു പേര് മോസ് കോഡ് എന്ന് കൂടെ ടെലഗ്രാഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ടെലഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരുന്നു. ഓക്കെ, അതായത് ആ മെസ്സേജസ് എന്താണ് ഈ ഒരു ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊണ്ട് തന്നെ ഒരു സെന്ററിൽ നിന്നും റിസീവറിലേക്ക് അയക്കാൻ പറ്റുമായിരുന്നു. അതായത് ഓക്കെ, സോ ഇതിന്റെ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മെസ്സേജസ് എഴുതും ഹായ് എന്നാണെന്നുണ്ടെങ്കിൽ HAI, അതേപോലെ ഹായ് എന്ന് എഴുതും. സോ ഈ ടെലിഗ്രാഫ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു അറ്റത്ത് എന്താണ് ഒരു ബെല്ല് ഉണ്ടാവും. ആ ബെല്ല് യൂസ് ചെയ്ത് തന്നെ ഹായ് ആണെന്നുണ്ടെങ്കിൽ H, അതേപോലെ A, അല്ലെങ്കിൽ ഹായ്. സോ ഒരു ട്യൂൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്താ പറയാ ഒരു റിട്ടേൺ മെസ്സേജിനെ തന്നെ നമ്മൾ എന്താണ് ഒരു ഇലക്ട്രിക്കൽ മീഡിയത്തിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു ടെലഗ്രാഫ് എന്നുള്ളത്. സോ ടെലഗ്രാഫും അത്യാവശ്യം പോപ്പുലർ ആയിരുന്നു. പക്ഷേ ഒരുപാട് സംഭവങ്ങൾ ലാക്ക് ചെയ്തിരുന്നു. അതായത് പല സമയത്തും നമ്മൾ ഉദ്ദേശിച്ച മെസ്സേജ് ആയിരിക്കില്ല റിസീവർക്ക് ലഭിക്കുക. സോ അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇതില്. പക്ഷേ കൂടുതലായിട്ടും ഈ ഒരു യുദ്ധത്തിന്റെ സമയത്തായിരുന്നു ഈ ഒരു ടെലഗ്രാഫ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അത്യാവശ്യം ഒരു വാർ സമയത്തൊക്കെ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവമായിരുന്നു ഈ ടെലഗ്രാഫ്. ഓക്കെ, അടുത്തത് നമ്മൾ മൂവ് ചെയ്യുന്നത് ടെലിഫോണിലേക്കാണ്. ടെലിഫോൺ കണ്ടുപിടിച്ചത് 1876 അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ഓക്കെ, സോ ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് വർഷങ്ങളായി. സോ ഏറ്റവും ആദ്യം തന്നെ എന്താണ് ഒരു നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ടെലിഫോൺ ഒന്നല്ലായിരുന്നു. സോ നമ്മൾ റേഡിയോ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഡിവൈസ് ആയിരുന്നു. ആ ഡിവൈസ് വെച്ചിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ പിന്നീട് എന്താണ് 1876 കഴിഞ്ഞിട്ട് 1996 ആയപ്പോഴേക്കും ലാൻഡ് ഫോൺ ഒക്കെ തന്നെ അത്യാവശ്യം പോപ്പുലർ ആവാൻ തുടങ്ങി. സോ പിന്നീട് 1973 ആയപ്പോഴേക്കും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ പിന്നീട് 2000 ഒക്കെ അപ്പോഴേക്കും എന്താണ് മൊബൈൽ ഫോൺസ് അത്യാവശ്യം എല്ലായിടത്തിലും തന്നെ പോപ്പുലർ ആവാൻ തുടങ്ങി. എല്ലാ ആൾക്കാരും ഈവൻ ഇന്ത്യയിലൊക്കെ തന്നെ എന്താണ് ഒരുപാട് ആൾക്കാർ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഇപ്പൊ എന്താണ് ആ മൊബൈൽ ഫോണിന്റെ തന്നെ പല ന്യൂ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തത് ടെലിവിഷൻ ആണ്. ഓക്കെ, സോ ടെലിവിഷൻ JL ബെയ്ഡ്, ജോൺ ലോഗി ബെയ്ഡ് എന്ന് പറഞ്ഞ വ്യക്തി 1925 ടെലിവിഷൻ കണ്ടുപിടിക്കുന്നത്. സോ റേഡിയോ പോലെ തന്നെ എന്താണ് അല്ലെങ്കിൽ റേഡിയോനെ കൂടെ അപ്പുറത്തായിട്ടുള്ള ഒരു എന്താ സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് ആണ് ടെലിവിഷൻ. ഓക്കെ, സോ ടിവിയിൽ കൂടെ എന്താണ് റേഡിയോയിൽ കൂടെ ഓഡിയോ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. ടിവിയിൽ കൂടെ ആകുമ്പോൾ ഓഡിയോ പ്ലസ് വീഡിയോ പ്ലസ് ടെക്സ്റ്റ് മൂന്നിന്റെ കൂടെ ഉള്ള ഒരു മിക്സ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ടെലിവിഷനെ പല ആൾക്കാരും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അത്യാവശ്യം നല്ലൊരു പോപ്പുലാരിറ്റി ടെലിവിഷന് കിട്ടാൻ തുടങ്ങി. സോ ആദ്യ സമയത്തൊക്കെ തന്നെ ടെലിവിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു കളർ ഉണ്ടായിരുന്നുള്ളത്. അതേപോലെ തന്നെ പല TV പ്രോഗ്രാമിലും സൗണ്ടിലായിരുന്നു, സൈലന്റ് ആയിരുന്നു. സോ പിന്നീട് എന്താണ് സൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറിയിട്ട് കളർ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. സോ പിന്നീട് ഇന്റർനെറ്റ്. ഓക്കെ, 1990s ടിം ബേണേഴ്സ്ലി എന്ന് പറഞ്ഞ വ്യക്തി WWW വേൾഡ് വൈഡ് വെബ് കണ്ടുപിടിച്ചു. സോ അതിനുശേഷം എന്താണ് സോ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. ഓക്കെ, സോ ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് 1950s അമേരിക്കയിലാണ്. അമേരിക്കയിലെ 4 യൂണിവേഴ്സിറ്റീസ് വെച്ച് കഴിഞ്ഞിട്ട് ആ 4 യൂണിവേഴ്സിറ്റിയിൽ എന്താണ് ഒരു കണക്ഷൻ വെച്ച് കഴിഞ്ഞിട്ട് അവർ തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അങ്ങനെയാണ് ഇന്റർനെറ്റ് പ്രധാനമായിട്ടും ആരംഭിച്ചത്. പക്ഷെ പിന്നീട് എന്താണ് അതേപോലെ അമേരിക്കയിലെ ബാക്കി ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ ഇന്റർനെറ്റ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. സോ 1990s WWW ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേക്കും ഇന്റർനെറ്റ് പോപ്പുലർ ആവാൻ തുടങ്ങി. ഓക്കെ, സോ അതേപോലെ തന്നെ 1991 മുതൽ വയർലെസ് കണക്ഷൻസും വൈഫൈ ഒക്കെ വരാൻ തുടങ്ങി. സോ ഇന്ത്യയിൽ ഒരുപാട് ലേറ്റ് ആയിട്ട് ഒരുപാട് വൈകിട്ടാണ് ഇന്റർനെറ്റ് ഒക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ വന്ന സമയത്തൊക്കെ തന്നെ എന്താണ് പോപ്പുലർ ആവാൻ തുടങ്ങി. പിന്നീട് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി തന്നെ എന്താണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ആരംഭിച്ചു. ഫേസ്ബുക്കും അതേപോലെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തന്നെയുള്ള. സോ ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ആണ്. ഓക്കെ, 2003 ലിങ്ക്ഡിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് 2004 ഫേസ്ബുക്കും അതേപോലെ തന്നെ മറ്റ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഈ സോഷ്യൽ മീഡിയ തന്നെ നമ്മൾ ന്യൂ മീഡിയ, ഓൺലൈൻ മീഡിയ, ഇന്റർനെറ്റ് മീഡിയ എന്നൊക്കെ തന്നെ വിളിക്കാറുണ്ട്. കാരണം ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റലിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു മീഡിയമാണ് ഈ ഒരു സോഷ്യൽ മീഡിയ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പല രീതിയിൽ എന്താണ് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇന്ററാക്റ്റീവ് ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂ മീഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഇന്ററാക്ടിവിറ്റി എന്നുള്ളത്. അതായത് ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് നമ്മൾ എന്താണ് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുക, അതിന്റെ ഇടയിൽ മറ്റൊരാൾക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം, മറ്റൊരാൾക്ക് കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. സോ അങ്ങനത്തെ ഒരു ഇന്ററാക്റ്റീവ് സംഭവം കൂടെ ഒക്കെ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുണ്ട്. ഓക്കെ, സോ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്ന് പറയുന്നത് ക്ലബ് ഹൗസ് ആണ്. സോ ഇതിനു മുമ്പ് ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഉണ്ടായിരുന്നു. ഓർക്കുട്ട്, പല ആൾക്കാരും ഒരു ഫേസ്ബുക്ക് പോലെ തന്നെയുള്ള ഒരു സംഭവമായിരുന്നു ഓർക്കുട്ട്, ഒരു പിങ്ക് കളറിലൊക്കെ ആയിട്ടുള്ള. പക്ഷെ പിന്നീട് എന്താണ് ഫേസ്ബുക്കിന് പോപ്പുലാരിറ്റി കൂടിയതോട് കൂടിയിട്ട് പല ആൾക്കാരും ഓർക്കുട്ട് യൂസ് ചെയ്യാതായി. ഓർക്കുട്ട് പതിയെ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. ഓക്കെ,
സോ ആണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഏറ്റവും ആദ്യം, ഓക്കെ, സോ ഈ ഏറ്റവും ആദ്യം എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്ക് പല രീതിയിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം പല ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും അതേപോലെ ബുക്കിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും കോൺട്രാഡിക്ടറി ആവണമെന്നില്ല, പലപ്പോഴും വേറെ ആയിരിക്കും. പക്ഷേ പല ഹിസ്റ്റോറിയൻസും പറയുന്നത് കേവ് പെയിന്റിങ്സ് ആണ് ഏറ്റവും ഓൾഡസ്റ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പല ഹിസ്റ്റോറിയൻസും തെളിവ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ കേവ് പെയിന്റിങ്സിൽ നിന്നും കാരിയർ ബേർഡ്സ്, ആൻഷ്യൻ റോമൻസ് ആണ് ഈ ഒരു കാരിയർ ബേർഡ്സിന്റെ കാലിലോ കഴുത്തിലോ ഒക്കെ തന്നെ ഇൻഫർമേഷൻസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സെൻട്രലിൽ നിന്നും റിസീവറുടെ അടുത്തേക്ക് കൊടുക്കുന്ന ആ ഒരു രീതിയിലുള്ള സൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് ന്യൂസ് പേപ്പേഴ്സ് 1440s ജോഹാനസ് ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞ ജർമ്മൻകാരാണ് ആദ്യമായിട്ട് പ്രിന്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അത് യൂസ് ചെയ്തിട്ട് പുള്ളിക്കാരൻ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ബൈബിൾ. സോ പിന്നീട് പല ബുക്സും പല ജേർണൽസും പല ന്യൂസ് പേപ്പേഴ്സും ഒക്കെ തന്നെ എന്താണ് ഈ ഒരു പ്രിന്റിംഗ് പ്രസ് യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് പോസ്റ്റൽ സിസ്റ്റം. ഓക്കെ, 1653 ഫ്രഞ്ച്മാനായിട്ടുള്ള ഡി വാലൂർ ആണ് ആദ്യമായിട്ട് പോസ്റ്റൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇന്ത്യയിലും ചൈനയിലും ഒക്കെ തന്നെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഈ പോസ്റ്റൽ സിസ്റ്റം. നെക്സ്റ്റ് റേഡിയോ ആണ്. 1894 മാർക്കോണി റേഡിയോ കണ്ടുപിടിക്കുന്നത്. 1844 സാമുവൽ മോഴ്സ് ടെലിഗ്രാഫ് കണ്ടുപിടിക്കുന്നത്. സോ ഈ ടെലിഗ്രാഫിൽ തന്നെ മോഴ്സ് കോഡ് എന്നുള്ള പേരിൽ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടെലിഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ് ഇൻ 1876. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ലോഗി ബെൽ ഇൻ 1925. ഇന്റർനെറ്റ് കണ്ടുപിടിച്ചത്, ഇന്റർനെറ്റിന്റെ പിതാവ് എന്നൊക്കെ തന്നെ പറയുന്ന പല വ്യക്തികളെയാണ്, പക്ഷേ ഇന്റർനെറ്റിന് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകിയത് ടിം ബേണേഴ്സ്-ലീ ആണ്. WWW. ഓക്കെ, സോ ആ WWW എന്താണ്, നമ്മൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാകും. അറ്റ് ലാസ്റ്റ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്, ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി വന്നിട്ടുള്ള ഒരു ന്യൂ മീഡിയ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു സോഷ്യൽ മീഡിയ. ഓക്കെ, സോ ഇത്രയും ഒക്കെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എവല്യൂഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഓക്കെ, സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണിത്. സോ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ആശയവിനിമയമാണ്. ഒരു സെൻഡറും റിസീവറും കൂടെ ഒരു മെസ്സേജിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ് എലമെന്റ്സ് ഉണ്ട്, സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ, എൻകോഡിംഗ്, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക് നോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ. സോ അതൊക്കെ ബേസിക് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പറയാതിരുന്നത്. ഓക്കെ, സോ അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ആയിട്ട് ഈ സംഭവങ്ങളെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ആയിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് സൈറൈഡ് ഒഫീഷ്യൽ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇത് ഫസ്റ്റ് ലൈവ് സെഷൻ ആയിരുന്നു. സോ അടുത്ത ലൈവ് സെഷനിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.